Ulefone എന്ന കമ്പനിയുടെ Ulefone Armor 24 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Ulefone Armor 24 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അതിന് തന്നെ പറയേണ്ട ഒരു കാര്യം, ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ആദ്യം എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം ബാറ്ററിയാണ്. ഈ ഫോണിൽ 22,000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 5000 mAh കൂടുതൽ ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ വളരെ കൂടിയ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് 22,000 mAh ബാറ്ററിയൊക്കെ വരുന്നത്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ പല പവർ ബാങ്ക്സിൽ പോലും ഇത്രയും ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് മറ്റ് ഡിവൈസുകൾ നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഈ ഫോണിൽ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോൺ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പം ഡ്യൂറബിലിറ്റിയും ബാറ്ററിയൊക്കെയാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഇതിൽ സ്മാർട്ട് കണക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ ഡിവൈസുകളൊക്കെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ വലിയൊരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയ LED അല്ല, 1000 ലൂമൻസിൽ വരുന്ന LED ആണ് കൊടുത്തിരിക്കുന്നത്. 6 വാട്ടിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ സൈഡിൽ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 686ൻ്റെ സെൻസറാണ്. പിന്നെ രണ്ടാമത് 64 മെഗാ ഒരു നൈറ്റ് വിഷൻ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നുമല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ IR LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം കൊടുത്തിട്ടുണ്ട്. 256 GB ഇന്റേണലും വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 24 GB റാം വരെയൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. 256 GB ഇന്റേണൽ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. NFC എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിലെ വിലയായിട്ട് കാണിക്കുന്നത് 34,455 രൂപയാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രയും കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ടും LCD ഡിസ്പ്ലേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatekൻ്റെ helio G96 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 34,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണോ ഈ ഒരു പ്രോസസ്സർ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഈ ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയുമ്പം 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സർ എന്നുള്ളത് ഈ ഫോണിൻ്റെ ഒരു സ്ട്രോങ് പോയിൻറ്റേ അല്ല. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം വെയ്റ്റും തിക്നെസ്സുമാണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 647 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഫോൺ. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 22,000 ഉണ്ട്. അതുകൊണ്ടാണ് വെയിറ്റും തിക്നെസ്സും കൂടുന്നത്. അതുപോലെ തന്നെ റഗഡ് ഫോണും കൂടിയാണ്. സാധാരണ നമ്മൾ 200 ഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ വെയിറ്റ് അത്യാവശ്യം കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ആ ടൈമിലാണ് 647 ഗ്രാമിൻ്റെ വെയിറ്റുമായിട്ട് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെയാണ് തിക്നെസ്സും. 27.5 mm ആണ് തിക്നെസ് വരുന്നത്. സാധാരണ നമ്മൾ 9 mm കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തിക്നെസ് വളരെ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിൽ ഇതിൽ 27.5 mm തിക്നെസ് വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫോണാണ്, പൊതുവേ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, വെയിറ്റും തിക്നെസ്സൊക്കെ കൂടും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം AliExpressലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 34,455 എന്നാണ്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ മൊത്തത്തിലായിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിലോട്ട് ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും നല്ലൊരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 24 GB റാമും സ്മാർട്ട് കണക്ടറിൻ്റെ സപ്പോർട്ടും പിന്നെ നൈറ്റ് വിഷൻ ക്യാമറ സപ്പോർട്ടും വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് ഈ ഒരു ഫോൺ. ഇങ്ങനെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്.
പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സറോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് 22,000 mAh ബാറ്ററി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. അല്ല പെർഫോമൻസ്, അതുപോലെ തന്നെ ഡിസൈന്, പിന്നെ ഡിസ്പ്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിറ്റുള്ള ഫോണായിരിക്കും, അതും ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്തായാലും യുലേഫോൺ ആർമർ 24 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, പിന്നെ ചില പ്രശ്നങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.